കഴിഞ്ഞ ദിവസം കൽപ്പറ്റ MLA ടി സിദ്ദീഖ് കുറച്ച് ജനപ്രതിനിധികളെയും കൂട്ടി ടൗൺഷിപ്പിൽ വന്നു. യഥാർത്ഥത്തിൽ ഈ ദുരന്തം നടന്നത് കൽപ്പറ്റ നിയോജകമണ്ഡലത്തിലാണ്. വയനാട് ജില്ലയിലെ കൽപ്പറ്റ നിയോജകമണ്ഡലത്തിലാണ് മുണ്ടക്കയും ചൂരൽമലയും ഉൾപ്പെടുന്നത്. ഈ പ്രദേശത്തിന്റെ MLA കൂടിയായ ടി സിദ്ദീഖ് ഈ ദുരന്തബാധിതർക്ക് വേണ്ടി സർക്കാർ ഒരുക്കുന്ന ഈ ടൗൺഷിപ്പിലേക്ക് ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. കാരണം അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ സർക്കാരിന്റെ ഈ പദ്ധതി, സർക്കാരിന് ജനങ്ങളുടെ ലഭിക്കുന്ന സ്വീകാര്യത കണ്ടുകൊണ്ട് ഈ ഏത് രീതിയിലും ഈ പദ്ധതി തുരങ്കം വെച്ച് തകർക്കുക എന്നൊരു നിലപാടായിരുന്നു തുടക്കം മുതൽ സ്വീകരിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ CMDRF-ലേക്ക് ഈ ദുരന്ത നിവാരണവുമായി കൊണ്ട് ഒരു തരത്തിൽ നിങ്ങൾ പണം നൽകരുത് എന്ന രീതിയിലേക്ക് അദ്ദേഹവും UDF പ്രചരണം നടത്തി. എന്നിട്ട് അവരത് സ്വന്തം നിലക്ക് കോൺഗ്രസിന് പൈസ നൽകണമെന്നും അതുപോലെ UDF-ലെ മറ്റ് ഘടകകക്ഷികൾ നൽകുന്ന സ്വാഭാവിക മുസ്ലിം ലീഗ് അടക്കം നൽകുന്ന വീടുകൾക്ക് പണം നൽകണം എന്നുള്ള രീതിയിൽ ക്യാമ്പയിൻ കൊണ്ടുപോയി. ഇപ്പൊ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഇവിടെ എത്താനുള്ള കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ജൂൺ മാസം 30 മുതൽ തുടങ്ങി അദ്ദേഹം എല്ലാ മാസവും 30 തറക്കല്ലിടുന്നു എന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് പഞ്ചായത്ത് ഇലക്ഷന്റെ ഇടയിൽ വെച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ജന്മദിനമായ ഡിസംബർ മാസം 28 തീയതി എന്ത് വന്നാലും തറക്കല്ലിടുമെന്ന് പറഞ്ഞു. അതും നടക്കാതെ പോയി. അതിനുശേഷം ഞങ്ങൾ ഒരു പത്രസമ്മേളനം വിളിച്ചിരുന്നു. കാരണം കോൺഗ്രസ് പിടിച്ച പണം എത്രയാണ് എന്നും ആ പണം എന്ത് ചെയ്തു എന്നും ചോദിച്ചുകൊണ്ട് രാഷ്ട്രീയ യുവജനതാദളിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പത്രസമ്മേളനം വിളിക്കുകയും കോൺഗ്രസ് നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്ന് പറയുകയും അതുപോലെ തന്നെ അവര് നിലവിൽ വാങ്ങാൻ ശ്രമിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വന്യമൃഗങ്ങളുടെ ശല്യം നേരിടുന്ന ഒരു പ്രദേശമാണ് എന്നുള്ളതും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ ഞങ്ങൾ അദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ചിരുന്നു. അത് ഞങ്ങൾ ഉന്നയിച്ച ഒന്നാമത്തെ ചോദ്യമായിരുന്നു ഈ പണത്തിന്റെ വിഷയം. നിങ്ങൾ എത്ര കോടി രൂപ പിരിച്ചു എന്നുള്ളത്. രണ്ടാമത്തെ ചോദ്യമായിരുന്നു നിങ്ങൾ ഏത് ലിസ്റ്റിൽ നിന്നാണ് വീടുകൾ കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത്. ഇപ്പോ മൂന്നാമത്തെ ചോദ്യമായിരുന്നു നിങ്ങൾ എന്തുകൊണ്ട് വയനാടിന്റെ MP ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയും അതുപോലെ തന്നെ കൽപ്പറ്റയുടെ MLA ആയ നിങ്ങളും എന്തുകൊണ്ട് ഇന്ന് വരെ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തിയുടെ പുരോഗതി വിലയിരുത്തിയില്ല എന്നും നിങ്ങൾ എന്തുകൊണ്ട് പോയില്ല എന്നുള്ള ചോദ്യം ചോദിച്ചിരുന്നു. അത് ജനങ്ങൾക്കിടയിൽ വ്യാപകമായി ചർച്ചയാവുകയും ജനങ്ങൾക്കിടയിൽ ഈ വിഷയം ഇറങ്ങി വരികയും ചെയ്തപ്പോഴാണ് അതിന് ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ ടൗൺഷിപ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇവിടെ നിർമ്മാണമൊക്കെ നടക്കുന്നുണ്ട് എന്ന രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും ഇപ്പോഴും ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ടി സിദ്ദീഖിനോടും അദ്ദേഹത്തിന്റെ ഓഫീസിനോടും ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ മുമ്പ് ഇതിനകത്ത് വന്നുകൊണ്ട് നിർമ്മാണ പ്രവൃത്തി വിലയിരുത്തിയ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാനുണ്ടോ? നിങ്ങളുടെ ഫേസ്ബുക്കിനകത്തുണ്ടോ? നിങ്ങളുടെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലുണ്ടോ? നിങ്ങൾ ആകെ വന്നത് ഈ നിർമ്മാണ പ്രവൃത്തിക്കിടയിൽ ഇവിടെ ഒരു റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ടായപ്പോ അതിനകത്ത് വന്നുകൊണ്ട് ഈ നിർമ്മാണ പ്രവൃത്തി എങ്ങനെയെങ്കിലും നിർത്തിവെപ്പിക്കാൻ അത് ആ വിഷയം പിടിച്ചുകൊണ്ട് സാധിക്കുമോ എന്ന് നോക്കാനുള്ള ഒരു എങ്ങനെയെങ്കിലും തുരങ്കം വെക്കാനുള്ള ഒരു സമീപനമായി മാത്രമാണ് ആകെ ഈ ടൗൺഷിപ്പിനകത്ത് കാലുകുത്തിയത്. നിങ്ങളുടെ MP ഒരു 3-4 മാസം മുമ്പ് 10 ദിവസം വയനാട്ടിൽ കറങ്ങി നടന്നിരുന്നു. പല പാടത്തും വയലിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടന്നിരുന്നു. ആ സമയത്ത് പോലും ഒരിക്കൽ പോലും ഈ പാവപ്പെട്ട ജനതയുടെ ടൗൺഷിപ്പിനെ കാണുവാനോ ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി വിലയിരുത്തുവാനോ ശ്രമിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിലുണ്ട്. ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കടന്നു പോകാമെന്ന് കൽപ്പറ്റ MLA-യും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളും വിചാരിക്കേണ്ട. കൃത്യമായി ബോധവും കാര്യങ്ങൾ തിരിച്ചറിയുന്നവരുമാണ് കൽപ്പറ്റയിലെ ജനങ്ങളെന്നും വയനാട്ടുകാരെന്നും ഉള്ളത് കോഴിക്കോട്ടുകാരനായ സിദ്ദീഖിന് അറിയില്ല എങ്കിൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്.